എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ക്ലാസ്സിലെ ഹിന്ദി NCERT സ്പർശ് എന്ന പുസ്തകത്തിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേരാണ് മീര കാ പദ്. ഇതൊരു കവിതയാണ്. NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസേഴ്സ് തന്നെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, निम्नलिखित प्रश्नों के उत्तर दीजिए. पहले पद में मीरा ने हरि से अपनी पीड़ा हरने की विनती किस प्रकार की है? ആദ്യത്തെ പദ്ദിൽ മീര ഹരിസെ, ഹരിയോട് അഥവാ ശ്രീകൃഷ്ണനോട് അപ്പനി പീഡ ഹർനേക്ക്, തൻ്റെ പീഡ ദുഃഖം ഹർനേക്ക് പറഞ്ഞാൽ മാറ്റിത്തരാൻ വേണ്ടിയിട്ട് വിനതി കിസ് പ്രകാർക്കി, വിനതി എങ്ങനെയാണ് ചെയ്തത്? പെഹലെ പദ് മേ മീര നെ അപ്പനി പീഡ ഹർനേക്ക് വിനതി ഇസ് പ്രകാർ കി ഹെ. എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, ഹേ ഈശ്വർ, ഈശ്വര, ജैसे आपने द्रौपदी की लाज रखी थी, എങ്ങനെയാണോ താങ്കൾ ദ്രൗപദിയുടെ മാനം രക്ഷിച്ചത്. ലാജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്സത്ത്, മാനം, അഭിമാനം എന്നൊക്കെ പറയാം, മാനം രക്ഷിച്ചത്. गजराज को मगरमच्छ रूपी मृत्यु के मुख से बचाया था. ഗജരാജിനെ മഗർമച്ച് രൂപി മൃത്യു കെ മുഖ് സെ, മുതലയുടെ രൂപത്തിലുള്ള മൃത്യുവിൻ്റെ മുഖത്തിൽ നിന്നും, മൃത്യുവിൽ നിന്നും രക്ഷപ്പെടുത്തിയിരുന്നത്. തഥാ ഭക്ത് പ്രഹ്ലാദ് കി രക്ഷ കർണേ കെ ലിയേ ഹി, അതുമാത്രമല്ല ഭക്ത് പ്രഹ്ലാദിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആപ്നെ നരസിംഹ അവതാർ ലിയാത്ത. നൃസിംഹ അല്ല, നരസിംഹ കേട്ടോ, നരസിംഹൻ അവതാരം എടുത്തിട്ടുണ്ടായിരുന്നത്. उसी तरह അതുപോലെ മുझे भी सांसारिक संतापों से मुक्ति दिलाते हुए, എന്നെയും ഈ സാംസാരിക് സന്താപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൗകികമായിട്ടുള്ള ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിച്ച്, മുക്തി ദിലാന മോചിപ്പിച്ച്, അപ്നെ ചരണോമേ ജഗാ ദീജിയെ, താങ്കളുടെ പാദങ്ങളിൽ എനിക്ക് സ്ഥാനം തരൂ. नेक्स्ट क्वेश्चन, दूसरे पद में मीरा भाई श्याम की चाकरी क्यों करना चाहती है, स्पष्ट कीजिए. രണ്ടാമത്തെ പദ്ദിൽ മീരാബായി ശ്യാമിൻ്റെ അഥവാ ശ്രീകൃഷ്ണൻ്റെ ചാക്രി കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവൻ്റ് ആകാൻ എന്തുകൊണ്ടാണ് ആഗ്രഹിച്ചിരുന്നത് വ്യക്തമാക്കുക. മീര ശ്രീകൃഷ്ണക്കോ സർവസ്വ സമർപ്പിത് കർ ചുക്കി ഹെ. മീര ശ്രീകൃഷ്ണന് സർവസ്വ എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു. इसलिए वे केवल कृष्ण के लिए ही कार्य करना चाहती है. അതുകൊണ്ട് മീര വെറും കൃഷ്ണന് മാത്രം എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. പറഞ്ഞാൽ വേറെ ഒരു കാര്യം ആവശ്യമില്ല, എന്ത് ചെയ്യണമെങ്കിലും കൃഷ്ണന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ശ്രീകൃഷ്ണയ്ക്ക് സമീപത വ ദർശൻ, ശ്രീകൃഷ്ണൻ്റെ സമീപത സാന്നിധ്യം പറഞ്ഞാൽ അടുത്ത് ഉണ്ടാവേണ്ടതും, പിന്നെ ദർശനവും, ദർശൻ ഹേതു ദർശനത്തിനും വേണ്ടിയിട്ടാണ് ഉൻകി ദാസി ബന്ന ചാഹത്തി ഹെ, ശ്രീകൃഷ്ണൻ്റെ ദാസിയാകാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. വേ ചാഹത്തി ഹെ ദാസി ബൻകർ ശ്രീകൃഷ്ണ കെ ലിയെ ഭാഗ് ലഗായേ. പിന്നെ മീര എന്താണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്? ദാസിയായിട്ട് ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് പൂന്തോട്ടം ഉണ്ടാക്കാം. ഉനെ വഹാം വിഹാർ കർത്തേ ഹുയെ ദേഖ് കർ, അവിടെ അപ്പോൾ ശ്രീകൃഷ്ണൻ ആ പൂന്തോട്ടത്തിൽ വരും. വിഹാർ കർണ എന്ന് വെച്ചാൽ അവിടെ കറങ്ങി നടക്കും. അപ്പോൾ അവിടെ കറങ്ങി നടക്കുന്നത് കണ്ടിട്ട് ദർശൻ സുഖ് പ്രാപ്ത് കരേ, ആ ദർശനം കിട്ടുന്ന ആ സുഖം ലഭിക്കാൻ വേണ്ടിയിട്ട്. വൃന്ദാവൻ കി കുഞ്ച് ഗലിയോ മേ ഉൻകി ലീലാവോ കാ ഗുണ ഗാന കർണ ചാഹത്തി ഹെ. പിന്നെ അതുകൂടാതെ വൃന്ദാവനിലെ ആ തെരുവുകളിലെല്ലാം ശ്രീകൃഷ്ണൻ്റെ ലീലകളുടെ പ്രശംസിച്ചിട്ടുള്ള പാട്ട് അല്ലെങ്കിൽ പ്രശംസിച്ചിട്ട് പാടി നടക്കാനും ആഗ്രഹിച്ചിരുന്നു. ഇസ് പ്രകാർ ദാസി കെ രൂപ മേ ദർശൻ, ഈ പ്രകാരം ദാസിയുടെ രൂപത്തിൽ ദർശനം കിട്ടുക. പിന്നെ നാമസ്മരൺ, ശ്രീകൃഷ്ണൻ്റെ പേര് ജപിക്കുക, നാമം ജപിക്കൽ. ഓർ ഭാവഭക്തി രൂപി ജാഗീർ, ഭാവഭക്തി രൂപത്തിലുള്ള പറഞ്ഞാൽ ഭക്തി രൂപത്തിലുള്ള ജാഗീർ, സാമ്രാജ്യം. അതിൻ്റെ അർത്ഥം വേറെ വീടും സ്ഥലവും സാമ്രാജ്യം അല്ല, ഭക്തിയുടെ സാമ്രാജ്യം. പ്രാപ്ത് കർണ ലഭിക്കാൻ, പ്രാപ്ത് കർ ലഭിച്ചിട്ട് അപ്ന ജീവൻ സഫൽ ബനാന ചാഹത്തി ഹെ, തൻ്റെ ജീവിതത്തിനെ സഫലമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. नेक्स्ट क्वेश्चन, मीराबाई ने श्री कृष्ण के रूप सौंदर्य का वर्णन कैसे किया है? മീരാബായി ശ്രീകൃഷ്ണൻ്റെ രൂപസൗന്ദര്യത്തിനെ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? മീരാബായിനെ ശ്രീകൃഷ്ണയ്ക്ക് രൂപ സൗന്ദര്യ കാ അലൗകിക് വർണ്ണൻ കിയാ ഹെ. മീരാബായി ശ്രീകൃഷ്ണൻ്റെ രൂപസൗന്ദര്യത്തിനെ അലൗകികമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. അലൗകികമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതമായിട്ട്, വളരെ സൂപ്പർ നാച്ചുറലായിട്ട്. कि उन्होंने पीताम्बर पीले वस्त्र धारण किए हुए, ശ്രീകൃഷ്ണൻ പീതാംബർ അഥവാ
പീലെ വസ്ത്ര ധാരൺ കിയേ ഹുയെ, മഞ്ഞ വസ്ത്രം ധരിച്ചവർ, ജോ ഉൻകി ശോഭ കോ ബഡാ രഹേ ഹെ, അത് ശ്രീകൃഷ്ണൻ്റെ ഭംഗിയെ ഇനിയും വർദ്ധിപ്പിക്കുന്നു, കൂട്ടുന്നു. മുക്കുട്ട് മേ മോർ പങ്ക് പെഹനെ ഹുയെ, മുക്കുട്ടത്തിൽ കിരീടത്തിൽ മയിൽപീലി ധരിച്ചിട്ടുണ്ട്. തഥാ ഗലെ മേ വൈജയന്തി മാല പെഹനി ഹുയി ഹെ, പിന്നെ കഴുത്തിൽ വൈജയന്തി മാല ഇട്ടിട്ടുണ്ട്. ജോ ഉൻകെ സൗന്ദര്യമേ ചാർ ചാന്ദ് ലഗാ രഹി ഹെ, അപ്പോൾ ഇതെല്ലാം എന്താണ്, അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിനെ ചാർ ചാന്ദ് ലഗാ രഹി ഹെ പറഞ്ഞാൽ ഇനിയും ഒരുപാട് കൂടുതലാക്കുന്നു. ചാർ ചാന്ദ് ലഗാന ഒരു ഇഡിയമാണ്, അതൊരു മുഹാവരയാണ്. അതിൻ്റെ അർത്ഥം ബഹോത് അധിക് ശോഭ ബഡാന, ബഹോത് ജാദ ശോഭ ബഡാന പറഞ്ഞാൽ എങ്ങനെയുണ്ടോ, എത്ര ഭംഗിയുണ്ടോ അതിനേക്കാളും പിന്നെ 4 ഇരട്ടി കൂടുക. ചാർ ചാന്ദ്, ചാന്ദ് എന്ന് വെച്ചാൽ ചന്ദ്രൻ അല്ലേ, ചാർ ചാന്ദ് എന്ന് വെച്ചാൽ 4 ചന്ദ്രൻ. അതിൻ്റെ അർത്ഥം എന്താണ്, അത്രയ്ക്ക് കൂടുതൽ പോസിറ്റീവായിട്ട് കേട്ടോ. വേ ഗ്വാൽ ബാലോം കെ സാത്ത് ഗായ് ചരാത്തെ ഹുയെ മുരളി ബജാ രഹേ ഹെ, പിന്നെ ഗ്വാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്വാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽക്കാർ, പാൽ വെക്കുന്ന ആൾക്കാർ. അപ്പോൾ പാൽക്കാരുടെ കുട്ടികളോട് കൂടിയിട്ട് ഗായ് ചരാത്തെ ഹുയെ, പശുവിനെ എല്ലാം മേയിച്ചുകൊണ്ട് മുരളി ബജാ രഹേ ഹെ, ഓടക്കുഴലൂതിക്കൊണ്ട് അവിടെ നടക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീരാഭായിക്ക് ഭാഷാശൈലി പർ പ്രകാശ് ഡാലിയെ, മീരാഭായിയുടെ ഭാഷാശൈലിയെ പറ്റിയിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. മീരാഭായിനെ അപ്നെ പദോ മേ ബ്രജ്, പഞ്ചാബി, രാജസ്ഥാനി, ഗുജറാത്തി ആദി ഭാഷാओं का प्रयोग किया गया है. മീരാഭായി തൻ്റെ പദ്യത്തിൽ ബ്രജ് ഭാഷ, പഞ്ചാബി, രാജസ്ഥാനി, ഗുജറാത്തി ഈ പ്രയോഗങ്ങൾ, ഈ ഭാഷകളെല്ലാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണയായിട്ട് കൃഷ്ണൻ്റെ വൃന്ദാവനും അതിൻ്റെ ചുറ്റുപാടും ഉള്ള ആ സ്ഥലങ്ങളിലെല്ലാം അധികവും ആൾക്കാർ ബ്രജ് ഭാഷയാണ് സംസാരിക്കുക. പറഞ്ഞാൽ ഹിന്ദി തന്നെയാണ്, ഹിന്ദിയുടെ ഒരു ഇത്തിരി മാറ്റമുള്ളൊരു വെർഷനാണ്. പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരും അത് തന്നെയാണ്, ഇപ്പം പിന്നെയും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും, അറിയില്ല. അപ്പോൾ ശ്രീകൃഷ്ണനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്താണെന്നുണ്ടെങ്കിലും അതിൽ തീർച്ചയായിട്ടും ബ്രജ് ഭാഷ യൂസ് ചെയ്തിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുക. പിന്നെ മീരാഭായി തന്നെ സ്വയം രാജസ്ഥാനിലത്തെയാണ്, അപ്പോൾ രാജസ്ഥാനിയും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചാബി, ഗുജറാത്തി. ഭാഷ അത്യന്ത് സഹജ് ഓർ സുബോധ് ഹെ, ഭാഷ എന്നുള്ളത് അത്യന്തം സഹജം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നാച്ചുറലായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ജന്മനാലുള്ള അറിയുന്നത് എന്ന് പറയില്ലേ, അതാണ്, അങ്ങനെയാണ്. പിന്നെ സുബോധ് സരളവുമാണ്. പറഞ്ഞ മീരാഭായി യൂസ് ചെയ്യുന്ന ഭാഷ അത് അവർക്ക് ജന്മനാൽ അറിയുന്ന ഭാഷകളും പിന്നെ സുബോധ് സരളമായിട്ടുള്ളതും ആണ്. ശബ്ദ ചയൻ ഭാവാനുകൂൽ ഹേ, ശബ്ദങ്ങൾ പറഞ്ഞ വേർഡ്സുകൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഭാവാനുകൂൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവത്തിന് അനുകൂലമായിട്ടുള്ളത്. ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വികാരങ്ങൾ, ഇമോഷണൽ അല്ലേ, അപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള, അതിന് സൂട്ടബിൾ ആയിട്ടുള്ള പിന്നെ വേർഡ്സുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞാൽ നമുക്ക് എന്ത് ഭാവങ്ങൾ എവിടെ വരുന്നു അതിന് സൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. ഭാഷ മേ കോമലത, മധുരത ഓർ സരസത കെ ഗുൺ വിദ്യമാൻ ഹേ, പിന്നെ അവരുടെ ഭാഷയിൽ കോമളത തന്നെയാണ്, മധുരത അതും മാധുര്യം തന്നെയാണ്, സരസത സരളമായിട്ടുള്ള ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ കാണാൻ കഴിയും. വിദ്യമാൻ ഹേ പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഉണ്ട്. അപ്പനി പ്രേം കി പീഡ കോ അഭിവ്യക്ത് കർണേ കെ ലിയെ, തൻ്റെ പ്രേമത്തിൻ്റെ വേദനയെ അല്ലെങ്കിൽ ദുഃഖത്തിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഭിവ്യക്ത് കർണ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകട് കർണ, കാണിക്കാൻ, എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉन्होंने അത്യന്ത ഭാവാനുകൂൽ ശബ്ദാവലി കാ പ്രयोग किया है, അവർ അത്യന്തം ഭാവാനുകൂലമായിട്ടുള്ള പറഞ്ഞ ആ ഭാവത്തിന് അവർക്ക് എന്താണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് അതിന് അനുകൂലമായിട്ടുള്ള, അതിന് യോജിച്ച ശബ്ദങ്ങൾ അഥവാ വേർഡ്സുകൾ അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. ഭക്തി ഭാവ് കെ കാരൺ ശാന്ത് രസ് പ്രമുഖ് ഹേ, അപ്പോൾ ഭക്തി ഭാവമാണ് ഇതിലുള്ളത്. നമുക്ക് കവിതയിലുടനീളം എന്താണ് ഭക്തിയെ പറ്റിയിട്ടല്ലേ പറയുന്നത്, അപ്പോൾ ഭക്തി ഭാവമാണ് കവിതയിൽ, അപ്പോൾ അതിൻ്റെ കാരണത്താൽ ശാന്ത് രസ് പ്രമുഖ ഹെ, ഇതിൽ ശാന്ത് രസാണ് കൂടുതലും ഉള്ളത്. തഥാ പ്രസാദ് ഗുണിക്ക് ഭാവാഭിവ്യക്തി ഹുയി ഹെ, പിന്നെ അതുകൂടാതെ പ്രസാദ് ഗുൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പവിത്രത എന്നൊക്കെ പറയില്ലേ, ഹോളിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനെ പവിത്രമായിട്ടുള്ള ഗുണങ്ങളും പിന്നെ ഭാവാഭിവ്യക്തി, അഭിവ്യക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ പ്രകടിപ്പിക്കുക, ഭാവാഭിവ്യക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവം പ്രകടിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഭാവക്കോ അഭിവ്യക്ത് കർണ, ഭാവാഭിവ്യക്തി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. മീരാഭായി ശ്രീകൃഷ്ണയ്ക്ക് അനന്യ ഉപാസിക ഹെ, മീരാഭായി ശ്രീകൃഷ്ണൻ്റെ വളരെ അധികം ഉപാസികയാണ്. അനന്യ പറഞ്ഞാൽ പറയാൻ പറ്റാത്തത്ര ഉപാസികയാണ്. वे अपने आराध्य देव से अपनी पीड़ा का हरण करने की
വിനതി കർ രഹി ഹെ. അവർ തൻ്റെ ആരാധ്യ ദേവനോട്, ആരാണ് ആരാധ്യ ദേവൻ? ശ്രീകൃഷ്ണൻ. അപ്പനി പീഡ കാ ഹരൺ കർണേക്ക്, തൻ്റെ ദുഃഖത്തിനെ മാറ്റിത്തരാൻ, അതിനെ ശമിപ്പിക്കാൻ വിനതി കർ രഹി ഹെ, വിനതി ചെയ്യുന്നു, വിനയപൂർവ്വം പറയുന്നു. ഇസ്മേ കൃഷ്ണ के प्रति ശ്രദ്ധ, ഭക്തി और विश्वास के भाव की अभिव्यंजना हुई है. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് എന്താണ് അവിടെ എന്തൊക്കെ ഭാവങ്ങളാണ് വരുന്നത്? കൃഷ്ണയ്ക്ക് പ്രതി ശ്രദ്ധ, ഭക്തി, ഭക്തി ശ്രദ്ധ എല്ലാം ഒരേപോലെ തന്നെയാണ് ഏകദേശം. ഓർ വിശ്വാസ്, പിന്നെ വിശ്വാസം പറഞ്ഞാൽ എല്ലാം ശ്രീകൃഷ്ണനിൽ അർപ്പിക്കുകയാണ്, അപ്പോൾ വിശ്വസിച്ചിട്ട് ചെയ്യണത് അല്ലേ, അങ്ങനെയുള്ള ഭാവങ്ങളാണ് അവിടെ വരുന്നത്. ഭാവയ്ക്ക് അഭിവ്യഞ്ജന, അഭിവ്യഞ്ജന എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും എക്സ്പ്രഷൻ തന്നെയാണ്, അങ്ങനത്തുള്ള ഭാവങ്ങളൊക്കെയാണ് അവിടെ പ്രകടമാകുന്നത്. मीराबाई की भाषा में अनेक अलंकारों जैसे अनुप्रास, रूपक, उपमा, उत्प्रेक्षा, उदाहरण आदि अलंकारों का सफल प्रयोग हुआ है. പിന്നെ അതുകൂടാതെ മീരാഭായിയുടെ ഭാഷയിൽ അനേകം അലങ്കാരങ്ങൾ എന്തൊക്കെയാണത്? അനുപ്രാസ് അലങ്കാർ, രൂപക് അലങ്കാർ, ഉപമ അലങ്കാർ, ഉത്പ്രേക്ഷ അലങ്കാർ, ഉദാഹരണ അലങ്കാർ, അങ്ങനെയുള്ള എല്ലാം നന്നായിട്ട് സഫലമായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. ഈ അലങ്കാരങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ അടുത്ത ചെറിയൊരു നോട്ട് അതിൽ പറഞ്ഞു തരാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ഈ അലങ്കാറിനെ പറ്റിയിട്ട് ബ്രീഫായിട്ടൊന്ന് പറയാം. ആദ്യത്തെ അനുപ്രാസ് അലങ്കാർ. അനുപ്രാസ് അലങ്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജഹാ കിസി വर्ण की आवृत्ति बार बार होती है वहाँ अनुप्रास अलंकार होता है. വर्ण എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റർ, ഒരക്ഷരം കേട്ടോ, ഒരൊറ്റൊരക്ഷരം. അപ്പോൾ ഏതെങ്കിലും ഒരക്ഷരത്തിൻ്റെ ആവൃത്തി ഹോത്തി ഹെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ആവുക, ബാർ ബാർ ആന, അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്നവിടെ അനുപ്രാസ് അലങ്കാരായിരിക്കും വരിക. വഹാ അനുപ്രാസ് അലങ്കാർ ഹോത്താ ഹെ. അനു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവൃത്തി, റിപ്പീറ്റ് ആവുക. പ്രാസ് എന്ന് വെച്ചാൽ വർണ്ണ എന്ന് വെച്ചാൽ ഒരു ലെറ്റർ, ഏതെങ്കിലും ഒരു ലെറ്റർ, അത്രേ ഉള്ളൂ, ഏതെങ്കിലും ഒരക്ഷരം എന്നേ അർത്ഥമുള്ളൂ. കിസി വർണ്ണ കാ ദൊഹരാന, ഏതെങ്കിലും ഒരു വർണ്ണ അഥവാ ലെറ്റർ, അക്ഷരം റിപ്പീറ്റ് ആവുക, ദൊഹരാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. എക്സാമ്പിൾ രഘുപതി, രാഘവ, രാജ, റാം, പതീത, പാവന, സീത, റാം. ഇതിൽ റ പ की ആവൃത്തി ഹോ രഹി ഹെ. റാ എന്നുള്ളതും പ എന്നുള്ളതും ഇതിൽ റിപ്പീറ്റ് ആവുന്നുണ്ട്. ആദ്യത്തെ ലൈന് നോക്കിയാൽ ഇപ്പോൾ രഘുപതി ര, രാഘവിൽ രാ, രാജ ര, റാം എന്നുള്ളതിൽ ര, അങ്ങനെ ര ര ര ര എന്ന് വരുന്നുണ്ട്, റിപ്പീറ്റ് ആവുന്നുണ്ട്. അങ്ങനെ സ്റ്റാർട്ടിങ്ങിലുള്ള ലെറ്റർ. അപ്പോൾ അവിടെയാണ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അനുപ്രാസ് അലങ്കാർ വരിക. ഇപ്പോൾ ഇത് ഒന്നിൽ ര, ഒന്നിൽ രി, ഒന്നിൽ രു, ഒന്നിൽ രേ എന്ന് വന്നാലും അനുപ്രാസ് അലങ്കാർ തന്നെയാണ്. അതിൽ മാത്ര എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമാണെങ്കിലും ഒരു കുഴപ്പമില്ല, അക്ഷരം ഒരേതാണോ അല്ലയോ എന്ന് മാത്രമേ ഇവിടെ നോക്കണ്ടൂ. ഇപ്പോൾ രണ്ടാമത്തെ ലൈനിൽ പതീത, പാവന, സീതാറാം, അപ്പോൾ പാ എന്നുള്ളത് റിപ്പീറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ മുകളിൽ രാ എന്നുള്ള ഒന്നിൽ രാ ഉണ്ട്, ഒന്നിൽ രായിന് മാത്രമേ, ബാക്കിയുള്ളതിൽ മാത്രകളുണ്ട്. ഇപ്പോൾ പായിലും ഒന്നിൽ മാത്രമേ ഉണ്ട്, ഒന്നിൽ വെറും പാ ആണ്. അപ്പോൾ അതെങ്ങനെയായാലും കുഴപ്പമില്ല, അഥവാ ആ ലെറ്റർ റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിൽ അനുപ്രാസ് അലങ്കാരമാണ്. അലങ്കാർ കുറേ ഉണ്ട് കേട്ടോ, ഞാൻ ഈ എഴുതിയിരിക്കുന്നത് മാത്രമല്ല, പക്ഷേ നിങ്ങൾക്കിപ്പോൾ ആവശ്യമുള്ളത്ര മാത്രം ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയണേ. അടുത്തത് രൂപക് അലങ്കാർ. ഇസ്മേ ഉപമേയ് और उपमान में कोई अंतर नहीं होता. അപ്പോൾ ഈ രൂപക് അലങ്കാറിൽ എന്താണെന്ന് വെച്ചാൽ ഒരു സാധനത്തിനെ ഇനിയൊരു സാധനം കൊണ്ട് ഉപമിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിലെന്താണ്, ഒന്ന് ഉപമേയാണ്, ഒന്ന് ഉപമാനാണ്. അപ്പോൾ നമ്മൾ എന്ത് സാധനത്തിനെ ആണോ ഉപമിക്കുന്നത് അതിനെ ഉപമേയ് എന്ന് പറയും. എന്തിനോടാണോ ഉപമിക്കുന്നത്, എന്തിനെ വെച്ചിട്ടാണോ ഉപമിക്കുന്നത് അതിനെ ഉപമാൻ എന്ന് പറയും. നമ്മൾ എക്സാമ്പിൾ നോക്കിയാൽ ക്ലിയർ ആവും കേട്ടോ, കൺഫ്യൂസ് ആവണ്ട. ഉപമേയ് കിസി വസ്തു കാ സമാനത കിസി ഓർ വസ്തു സെ കർണ. ഏതെങ്കിലും ഒരു വസ്തു എന്തെങ്കിലും അതിനെ വേറെ എന്തെങ്കിലും പോലെ ഉണ്ടെന്ന് പറയുക. അപ്പോൾ ആ വസ്തുവാണ് ഉപമേയ്. ഏത് വസ്തുവിനെ ആണോ നമ്മൾ പറയുന്നത് അതിനെയാണ് ഉപമേയ് എന്ന് പറയുക. കിസി ഓർ വസ്തുസെ കർണ, വേറെ ഏതെങ്കിലും ഒരു വസ്തുവിനോട് ചെയ്യുക. ഉപമാൻ എന്ന് വെച്ചാൽ ജിസ്കെ സാത്ത് സമാനത കിയാ ജാത്ത ഹെ. ഏത് സാധനത്തിനോടാണോ പറഞ്ഞാൽ അത് തുല്യത കാണിക്കാൻ വേണ്ടിയിട്ട്, സമാനത കാണിക്കാൻ വേണ്ടിയിട്ട് ഏത് സാധനമാണോ പറയുന്നത് അത്. ഇപ്പം എക്സാമ്പിൾ മുഖ് ചന്ദ്രമ ഹെ, മുഖം ചന്ദ്രനെ പോലെയാണ്, അല്ലെങ്കിൽ മുഖം ചന്ദ്രനാണ്. അപ്പം ഇതിൽ ഉപമേയ മുഖമാണ്, ഉപമാന് ചന്ദ്രമയാണ്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ ഇത്. അടുത്തത് ഉപമ അലങ്കാർ. ഉപമ അലങ്കാർ ആ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉപമിക്കുക, കമ്പയർ ചെയ്യുക. विशेषता या समानता या तुलना दर्शाने के लिए उपमा अलंकार का प्रयोग किया जाता है.
എന്തെങ്കിലും വിശേഷത പറഞ്ഞാൽ ഇതുപോലെയാണത്, അല്ലെങ്കിൽ സമാനത അതേപോലെ തന്നെയാണ്, ഒരേപോലെ കാണിക്കാൻ, തുലന അതേ തന്നെയാണ്, കമ്പാരിസൺ, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപമാലങ്കാരം ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ലാൽ കിരൺ സി ചോഞ്ച് എന്ന് പറഞ്ഞെങ്കിൽ ചുവന്ന കിരണം പോലെയുള്ള കൊക്ക്. ചോഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊക്ക്, ബീക്ക്, BEAK, ബീക്ക്, പക്ഷിയുടെ കൊക്ക്. അപ്പോൾ ചുവന്ന കിരണം പോലെയുള്ള കൊക്ക് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ചുവന്ന കിരണവും വരുന്നുണ്ട്, കൊക്കും വരുന്നുണ്ട്. അപ്പോൾ ചോഞ്ച് കി തുലന ലാൽ കിരൺ സെ കീ ഗൈ ഹെ. അപ്പോൾ ഈ ചോഞ്ച് കൊക്ക് എങ്ങനെയാണെന്നാണ് പറയുന്നത്? ചുവന്ന കിരണം പോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ജേസെ അല്ലെങ്കിൽ സി എന്ന് വന്നിട്ടില്ലേ, കിരൺ സി എന്ന് വന്നിട്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കും ഉപമാലങ്കാരമായിട്ട് വരിക. സത്യം പറഞ്ഞാൽ രൂപക്കും ഉപമയും രണ്ടും കമ്പാരിസണാണ്. രണ്ടും ഒന്നിനെ ഇനി ഒന്നിനോട് സമാനതകളോ അല്ലെങ്കിൽ തുലനയൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണുള്ളത്. ഉത്പ്രേക്ഷാലങ്കാരം അടുത്തത്. यहाँ उपमेय में ഉപമാൻ ഹോനേക്ക് സംഭാവന കി ജാത്തി ഹെ. ഇവിടെയും ഉപമേയും ഉപമാനും രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ അതിലെന്താണ്, ഈ ഉപമേയ് എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഉപമാൻ എന്ന് പറയുക. ഇപ്പോൾ A, B രണ്ടെണ്ണം ഉണ്ടെന്ന് വെച്ചോ. A ഉപമേയ് ആണ്, B ഉപമാനാണ് എന്നുണ്ടെങ്കിൽ A, B രണ്ടും ഒന്നാണെന്ന് പറയുക. പറഞ്ഞാൽ ഈ പിന്നെന്താണ് A തന്നെയാണ് B എന്ന് പറയും നമ്മൾ, അല്ലെങ്കിലും ആണെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവിടെയാണ് ഉത്പ്രേക്ഷാലങ്കാരം ഉപയോഗിക്കുക. എക്സാമ്പിൾ നേത്രമാനോ കമൽ ഹെ. കണ്ണ് കമൽ പോലെ, കമൽ എന്ന് വെച്ചാൽ താമര, താമര പോലെ ഉണ്ട്, കണ്ണ് താമര തന്നെ എന്നാണ് പറയുന്നത്. അപ്പം നേത്ര വാസ്തവമേ കമൽ നഹി ഹെ പർ മാൻ ലിയാ ഹെ. കണ്ണ് സത്യം പറഞ്ഞാൽ താമരയാണ്, അല്ല കണ്ണ് താമരയല്ല, കണ്ണ് തന്നെയാണ്, താമര തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താണ്, കണ്ണ് താമര തന്നെ ആയിട്ടാണ് സങ്കല്പിക്കുന്നത്, അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവിടെയാണ് ഉത്പ്രേക്ഷാലങ്കാർ വരിക. അടുത്ത ലാസ്റ്റിലെ പാരഗ്രാഫിൽ ഞാൻ രൂപക്കും ഉപമയും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം കാണിക്കാനുള്ള ഒരു ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നതിൽ. അപ്പോൾ രൂപക്കും ഉപമയും രണ്ടും ഉപമിക്കലാണ്. അപ്പോൾ മുഖ് കമൽ ഹെ रूपक अलंकाराണ് ഇതിൽ. അതേ തന്നെ മുഖ് കമൽ കെ ജേസാ സുന്ദർ ഹെ എന്നുള്ളതിൽ ഉപമാലങ്കാരാണ്. അപ്പോൾ ഇതിലെന്താ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മുഖ് കമൽ ഹെ രൂപക് അലങ്കാരിൽ മുഖ് ഓർ കമൽ കോ ഏക് ജേസാ മാൻ ലിയ ഹെ. മുഖവും കമലും ഒന്ന് തന്നെയാണ്, പറഞ്ഞാൽ അതിലൊരു വ്യത്യാസം ഇല്ല എന്നാണ് ഇവിടെ കവി പറയുന്നത്. അപ്പം എന്താണ്, അങ്ങനെ ഒരേപോലെയാണെന്ന് പറയുന്ന സമയത്ത് അവിടെ രൂപക് അലങ്കാർ വരും. മുഖ് കമൽ കെ ജേസാ സുന്ദർ ഹെ, മുഖം താമര പോലെ സുന്ദരമാണ് എന്ന് പറയുന്നുണ്ട്, പോലെ സുന്ദരമാണ്. അപ്പോൾ അവിടെ ഉപമാലങ്കാർ വരും, ഉപമിക്കുകയാണ് അവിടെ. ഇൻമേ സമാനത ദിഖാത്തി ഹെ, അത് രണ്ടിലും ഒരു സമാനതയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയുള്ളവിടെ ഉപമാലങ്കാർ വരും. വളരെ ചുരുക്കിയിട്ടാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരുപാടുണ്ട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇപ്പോൾ ഇനിയൊരു കാവ്യത്തിൽ നിങ്ങൾ ഇതുപോലെ ഒരു സെൻറ്റൻസ് ഏകദേശം കണ്ടു എന്ന് വെച്ചിട്ട് അത് രൂപക് തന്നെയാണ് അല്ലെങ്കിൽ അത് ഉപമ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. ആ കാവ്യത്തിൽ കവി എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്, കവിയുടെ ഭാവനയിൽ എങ്ങനെയാണോ അതിനെ വിവരിച്ചിരിക്കുന്നത്, അതിനനുസരിച്ചിട്ട് അത് ആ അലങ്കാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കോൺസെപ്റ്റാണ് ഞാനിവിടെ തന്നിരിക്കുന്നത് കേട്ടോ. नेक्स्ट क्वेश्चन, वे श्री कृष्ण को पाने के लिए क्या क्या कार्य करने को तैयार है. വേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മീരാഭായി ശ്രീകൃഷ്ണൻ്റെ ദർശനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ തയ്യാറായിരുന്നു. मीरा श्री कृष्ण को पाने के लिए उनकी चाकर नौकर बनकर चाकरी करना चाहती है. മീരാഭായി ശ്രീകൃഷ്ണൻ്റെ ദർശനത്തിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ്റെ സർവൻ്റായിട്ട് സേവ ചെയ്യാൻ, ചാക്രി കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേവ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അർത്ഥാത് ഉൻകി സേവ കർണ ചാഹത്തി ഹെ, അതിനെ സേവ ചെയ്യാൻ അല്ലെങ്കിൽ എന്തു വേണോ ചെയ്യാൻ. वे उनके लिए भाग लगाकर माली बनने तथा മീരാഭായി ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് മാലി ബന്നെ ഭാഗ് ലഗാക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂന്തോട്ടം ഉണ്ടാക്കിയിട്ട്, മാലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഡനർ, അപ്പോൾ ഗാർഡനർ ആവാൻ, തഥാ അർദ്ധരാത്രി മേ യമുന തട്ട് പർ കൃഷ്ണ സെ മിൽനെ, പിന്നെ അർദ്ധരാത്രി യമുന തീരത്ത് കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ടും, വാ വൃന്ദാവൻ കി കുഞ്ച് ഗലിയോ മേ ഗൂം ഗൂം കർ ഗോവിന്ദ് കി ലീല കാ ഗുണഗാൻ കർണേക്കോ, പിന്നെ അതുകൂടാതെ വൃന്ദാവനത്തിലെ ആ തെരുവുകളിലെല്ലാവരുടെയും കറങ്ങി ഗോവിന്ദ് കി ലീലാക്ക ഗുണഗാൻ, ശ്രീകൃഷ്ണൻ്റെ ലീലകളുടെ ഗുണഗാനം അല്ലെങ്കിൽ അതിനെപ്പറ്റി പാടി നടക്കാൻ തയ്യാറായിരുന്നു. കർണേക്കോ തയ്യാറായിരുന്നു.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിമ്നലിഖിത് പങ്ക്തിയോ കാ കാവ്യ സൗന്ദര്യ സ്പഷ്ട കീജിയെ. താഴെ കൊടുത്തിരിക്കുന്ന വരികളുടെ കാവ്യ സൗന്ദര്യം വ്യക്തമാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഹരി ആപ്പ് ഹരോ ജനരി ഭീർ, ദ്രൗപദി രി ലാജ് രാഖി, ആപ്പ് ബഡായോ ചീർ, ഭഗത് കാരണ രൂപ് നരഹരി, ധരിയോ ആപ്പ് ശരീർ. കാവ്യ സൗന്ദര്യ, ഭാവസൗന്ദര്യ. കാവ്യ സൗന്ദര്യത്തിൽ വേറെ വേറെ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം അതിൽ ഭാവസൗന്ദര്യ, പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ അതിൽ ശില്പ സൗന്ദര്യ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാവ്യ സൗന്ദര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ കാവ്യത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞാൽ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഭാഷ. കാവ്യമേ പ്രयोग किए गए ഭാഷ അല്ലെങ്കിൽ ഭാവ്. ഭാവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഭാവ് ജैसे പ്രേം, കരുണ, ക്രോധ്, ഉത്സാഹ അല്ലെങ്കിൽ ഉല്ലാസ, ഹർഷ, അങ്ങനെ പല തരത്തിലുള്ളത് വരും. അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് ഭാവ സൗന്ദര്യത്തിൽ വരിക. പിന്നെ അത് കൂടാണ്ട് ഭാഷ കാര്യങ്ങളെല്ലാം ശില്പ സൗന്ദര്യത്തിൽ വരും. അപ്പോൾ ഹേ കൃഷ്ണ ആപ്പ് അപ്നെ ഭക്തോं की पीड़ा को दूर करो. അപ്പോൾ ഭാവ സൗന്ദര്യത്തിൽ എന്താ പറയുന്നത്? ഹേ കൃഷ്ണ തങ്ങളുടെ ഭക്തരുടെ ദുഃഖങ്ങൾ ദൂരീകരിക്കൂ, മാറ്റിത്തരൂ. ദൂർ കരോ, മാറ്റിത്തരൂ. ജിസ് പ്രകാർ ആപ്നെ ചീർ ബടാക്കർ ദ്രൗപദി കി ലാജ് രഖി. എങ്ങനെയാണോ താങ്കൾ വസ്ത്രം കൂട്ടിയിട്ട് ദ്രൗപദിയുടെ മാനം രക്ഷിച്ചത്, वह नरहरि रूप धारण कर भक्त प्रहलाद की पीड़ा दर्द को दूर किया. നരഹരി രൂപം ധരിച്ച് ഭക്ത പ്രഹ്ലാദൻ്റെ ദുഃഖത്തിനെ മാറ്റിയത്. ഉസി പ്രകാർ ആപ്പ് ഹമാരി പരേഷാനി കോ ബി ദൂർ കരോ. അതുപോലെ തന്നെ ഞങ്ങളുടെ പിന്നെ പരേഷാനി ദുഃഖത്തിനെയും മാറ്റിത്തരൂ. ആപ്പ് പർ പീഡാ കോ ദൂർ കർണേ വാലേ ഹോ. താങ്കൾ ഈ ദുഃഖങ്ങളെല്ലാം മാറ്റിത്തരുന്ന ആളാണ്. ആപ്പ് പർ എന്ന് ആവശ്യമില്ല കേട്ടോ, ആപ്പ് പീഡാ കോ ദൂർ കർണേ വാലേ ഹോ എന്ന് മതി, ആവശ്യമില്ല. അടുത്തത് ശില്പ സൗന്ദര്യ. ഭാഷ ഗുജറാത്തി മിശ്രിത് രാജസ്ഥാനി ഭാഷ. ഗുജറാത്തിയും രാജസ്ഥാനിയും മിക്സ്ഡ് ആയിട്ടുള്ള ഭാഷയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മേലെ കൊടുത്തിരിക്കുന്ന 3 വരികളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, മൊത്തം പദ്യൻ്റെ അല്ല, കവിതയുടെ അല്ല. അപ്പോൾ ഈ 3 ഗുജറാത്തിയും രാജസ്ഥാനിയാണ് കൂടുതൽ കണ്ടുവരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അലങ്കാർ, ഉദാഹരൺ, അലങ്കാർ എല്ലാം ഉദാഹരണങ്ങളാണ് അല്ലേ അതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചന്ദ്, പദ്. ചന്ദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻസ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അത് തന്നെയാണ്. അപ്പോൾ അതെന്താണ്? പദ്ദാണ്. രസ്, ഭക്തി രസ്. ഇതിലെന്താണ് നമ്മൾ കവിതയിലുടനീളം ഭക്തി രസ് തന്നെയാണ്, ഭക്തിയെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഭക്തി രസ്. അടുത്തത് ഭൂടത്തോ ഗജരാജ് രാഖിയോ കാട്ടി കുഞ്ചർ പീർ, ദാസി മീര ലാൽ ഗിരിധർ ഹരോ മാരി ഭീർ. ഭാവപക്ഷ. ഇതിലെ ഭാവപക്ഷ എന്താണ്, എങ്ങനെയുള്ള ഭാവങ്ങളാണ്? പ്രസ്തുത പങ്ക്തിയോ में मीराबाई अपने आराध्य ശ്രീകൃഷ്ണ का ഭക്തവത്സൽ രൂപ ദർശാ രഹി ഹെ. അപ്പോൾ ഈ ലൈൻസിൽ മീരാബായി തൻ്റെ ആരാധ്യനായ ശ്രീകൃഷ്ണൻ്റെ ഭക്തവത്സലനായിട്ടുള്ള രൂപത്തിലാണ് ദർശിക്കുന്നത്. പറഞ്ഞാൽ ഭക്തിയോടുകൂടി. इसके अनुसार श्री कृष्ण ने संकट में फंसे डूबते हुए ऐरावत हाथी को मगरमच्छ से मुक्त करवाया था. അപ്പോൾ ഈ ലൈൻസിൽ പറയുന്നതനുസരിച്ചിട്ട്, ഇസ്കെ അനുസാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈൻസിൽ അനുസരിച്ചിട്ട് ശ്രീകൃഷ്ണൻ സങ്കട്ട് മേ ഫസേ ഡൂബ്ത്തെ ഹുയെ, ബുദ്ധിമുട്ടിൽ കുടുങ്ങിപ്പോയ, ഫസേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുങ്ങിപ്പോയ, മുങ്ങുന്ന, ഡൂബ്ത്തെ ഹുയെ മുങ്ങുന്ന ഐരാവതത്തിനെ, ഐരാവതമായ ആ ആനയെ മഗർമച്ച് സേ മുതലയിൽ നിന്ന് മുക്ത് करवाया था, മോചിപ്പിച്ചിരുന്നു. इसी प्रसंग में वे अपनी रक्षा के लिए भी श्री कृष्ण से प्रार्थना करती है. അപ്പോൾ അതേപോലെ തന്നെ ഇസി പ്രാസംഗമേ പറഞ്ഞാൽ ഇതേ സന്ദർഭം തന്നെയാണ് അപ്പോൾ ഇപ്പം മീരയ്ക്ക് ഉള്ളത്. കാരണം മീരാഭായിയും ഇപ്പം ദുഃഖത്തിലാണ് അല്ലേ, അപ്പോൾ ആ ദുഃഖം മാറിക്കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് അപ്പനി രക്ഷാ കേലിയെ, തൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ സെ പ്രാർത്ഥന കർത്തി ഹെ, ശ്രീകൃഷ്ണൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത്. അടുത്തത് കലാപക്ഷ്. രാജസ്ഥാനി ഗുജറാത്തി വ ബ്രജ് ഭാഷ കാ പ്രयोग है. ഇതിൽ രാജസ്ഥാനിയും ഗുജറാത്തിയും ബ്രജ് ഭാഷയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഭാഷ അത്യന്ത സഹജ് വ സുബോധ് ഹെ. വേ അല്ല വ, ആൻഡ് എന്നുള്ള അർത്ഥം വരും. അപ്പോൾ ഇതിലുള്ള ഭാഷ അത്യന്തം സഹജ്, നാച്ചുറൽ ആയിട്ടുള്ളതും സുബോധ് സരളമായിട്ടുള്ളതുമാണ്. തത്സം ഓർ തദ്ഭവ് ശബ്ദോं का സുന്ദർ മിശ്രൺ ഹേ. തത്സം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ, പറഞ്ഞാൽ ഏത് ഭാഷയിൽ എങ്ങനെ അതിനെ പറയുന്നു അതേപോലെ തന്നെ ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ എന്താണ്, ബിന്ദ്രാവൻ അല്ലേ, ശരിക്കും പറഞ്ഞാൽ വൃന്ദാവൻ എന്നാണ് അത് പറയുക, അതിന് ബിന്ദ്രാവൻ. പിന്നെ പെഹർ, പെഹൻകർ എന്നുള്ളതിന് പെഹർ, അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടില്ലേ. അപ്പോൾ അതാ പറയണത് എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ സിമിലറായിട്ട്. പിന്നെ
തദ്ഭവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഷയിൽ നിന്ന് വന്ന വേറെ ഏതെങ്കിലും ഭാഷയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത വാക്കുകൾ, അങ്ങനെയുള്ള വാക്കുകളിലും സുന്ദർ മിശ്രൺ ഹെ, അതിൻ്റെ എല്ലാം ഒരു മിശ്രണമാണ് ഇതിൽ കാണാൻ കഴിയുക. ദാസ്യഭാവ് തഥാ ശാന്തരസ്കി പ്രധാനത ഹെ, ദാസ്യഭാവം തന്നെയാണ്. അത് നമുക്ക് പിന്നെ അറിയാതെ പറഞ്ഞ സേവക് അല്ലെങ്കിൽ സേവിക, സേവക്കി ഭാവ് എന്ന് പറയാൻ പറ്റും. അതും പിന്നെ ശാന്തമായിട്ടുള്ള ശാന്തരസ്, എല്ലാം ഭക്തിയോടുകൂടി പറയുന്നതാണ്, അതുകൊണ്ട് ശാന്തമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണാൻ കഴിയുക. ഭാഷമേ പ്രവാഹാത്മകത ഓർ സംഗീതാത്മകത കാ ഗുൺ വിദ്യമാൻ ഹെ, പിന്നെ ഭാഷയിൽ എന്താണ് പ്രവാഹാത്മകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോ, അത്രേ ഉള്ളൂ, ഒഴുക്ക്. പിന്നെ സംഗീതാത്മകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടുപോലെ, ഇത് ഗദ്യം പോലെ അല്ലല്ലോ, ഒരു പാട്ട് പോലെയല്ലേ, കവിതയല്ലേ, അതാണ് പറയുന്നത് സംഗീതാത്മകത, സംഗീതം പോലെ ഉള്ള ഗുണങ്ങൾ കാണാൻ കഴിയും. പിന്നെ സരള ശബ്ദോമേ ഭാവനാവോ കി സുന്ദർ അഭിവ്യക്തി ഹുയി ഹെ, സരളമായിട്ടുള്ള ശബ്ദങ്ങൾ, വാക്കുകൾ കൊണ്ട് ഭാവനകളെ നല്ല സുന്ദരമായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദൃഷ്ടാന്ത് അലങ്കാർ കാ പ്രയോഗ് ഹെ, ദൃഷ്ടാന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അലങ്കാരമാണ്. ഇതിലെന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഇനിയൊരു കാര്യം പറയും, ഇനിയൊരു സെൻറ്റൻസ്, അതാണ് ഈ ദൃഷ്ടാന്ത അലങ്കാരം എന്ന് പറയുന്നത്. അടുത്തത് കാട്ടി കുഞ്ചർ മേ അനുപ്രാസ് അലങ്കാർ ഹേ, കാട്ടി കുഞ്ചർ എന്നുള്ളതിൽ അനുപ്രാസ് അലങ്കാരമാണ്. അതെങ്ങനെയാണ്? അനുപ്രാസ് അലങ്കാറിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കാട്ടി എന്നുള്ളതിൽ കാ, കുഞ്ചർ എന്നുള്ളതിലും കാ. അപ്പോൾ കാന്ന് ആദ്യത്തെ ആ രണ്ട് വേർഡുകളിലും ആദ്യത്തെ അക്ഷരം സെയിമന്നെ റിപ്പീറ്റ് ആവുന്നുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ആവുന്ന സമയത്താണ് അനുപ്രാസ് അലങ്കാരം വരിക. नेक्स्ट चाकरी में धरसना पास्यूं सुमरण पास्यूं खर्ची भाव भगती जागीरी पास्यूं तीनों बाता सरसी. भाव सौंदर्य, ഇതിൻ്റെ ഭാവ സൗന്ദര്യം എന്താണ്? इन पंक्तियों में मीरा दासी बनकर अपने आराध्य श्रीकृष्ण के दर्शन करना चाहती है. ഈ ലൈൻസിൽ മീര എന്താണ്? ദാസിയായിട്ട് തൻ്റെ ആരാധ്യനായ ശ്രീകൃഷ്ണനെ ദർശനം കിട്ടാൻ ആഗ്രഹിക്കുന്നു. इसमें उन्हें प्रभु स्मरण भक्ति रूपी जागीर तथा दर्शनों की अभिलाषा रूपी संपत्ति की प्राप्ति होगी. അപ്പോൾ ഇതിൽ അവർക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? പ്രഭു സ്മരൺ, പ്രഭുവിനെ നാമം ജപിക്കുന്നു, പിന്നെ ഭക്തി രൂപി ജാഗീർ, ഭക്തി രൂപത്തിലുള്ള സാമ്രാജ്യം കിട്ടുന്നുണ്ട്. തഥാ ദർശൻ കി അഭിലാഷ, പിന്നെ ദർശനം കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ, അഭിലാഷ രൂപി സമ്പത്തി, അങ്ങനെയുള്ള ഒരു സമ്പത്തി. അതിൻ്റെ അർത്ഥം എന്താണ്? ദർശനം കിട്ടുക എന്ന് വെച്ചാൽ അതൊരു സമ്പത്തായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ഇതെല്ലാം കിട്ടുന്നുണ്ട്. അർത്ഥാത് ശ്രീകൃഷ്ണയ്ക്ക് ഭക്തി കോഹി മീര അപ്പനി സമ്പത്തി മാൻതി ഹെ, അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാം കൊണ്ടും ശ്രീകൃഷ്ണനെ കാണുക, ജപിക്കുക, എന്ത് തന്നെ ആയാലും ആ ഭക്തി തന്നെയാണ് എല്ലാ സമ്പത്തും എന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അടുത്തത് ശില്പ സൗന്ദര്യം. പ്രഭാവശാലി രാജസ്ഥാനി ഭാഷാക്ക പ്രയോഗ ഹുവാ ഹെ, ഈ രണ്ട് വരിയുടെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് വരിയിൽ എന്താണ്? കൂടുതലായിട്ടും രാജസ്ഥാനി ഭാഷയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഭാവ് ഭഗതി മേ ഭ വർണ്ണ കി ആവൃത്തി കെ കാരണം അനുപ്രാസ് അലങ്കാർ ഹെ. ഭാവ് ഭഗതി എന്നുള്ളതിൽ ഭ രണ്ട് വേർഡ്സിലും ആദ്യത്തെ ഭ എന്നുള്ളത് റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? അത് ആവൃത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാർ ആന പറഞ്ഞാൽ റിപ്പീറ്റ് ആവുക. അങ്ങനെയുള്ളത് കൊണ്ട് അനുപ്രാസ് അലങ്കാരമാണ് അവിടെ വരുന്നത്. തഥാ ഭാവ് ഭഗതി ജാഗീരോ മേ റൂപക് അലങ്കാർ ഹെ, പിന്നെ ഭാവ് ഭഗതി ജാഗീരോ എന്ന് വരുന്നതിൽ എന്താണ്? റൂപക് അലങ്കാരമാണ് വരുന്നത്. അതെന്താ പറയുന്നത്? ഭാവമാകുന്ന പറഞ്ഞാൽ ഭാവഭക്തിയോടുകൂടിയുള്ള സാമ്രാജ്യം, പറഞ്ഞാൽ ആ ഭാവഭക്തി മൊത്തം തന്നെയാണ് അവരുടെ സാമ്രാജ്യം എന്നൊക്കെ പറയുന്നില്ലേ, പറഞ്ഞാൽ ഒരു കാരണം, ഇപ്പോൾ ഭാവഭക്തി തന്നെയാണ് സാമ്രാജ്യം എന്ന് സ്ഥാപിക്കുകയാണ് അവിടെ. ഭാവഭക്തി തന്നെയാണ് അവരുടെ സാമ്രാജ്യം എന്ന് പറയണം, അത് വേറെ ഇത് വേറെ അല്ല. അതുകൊണ്ട് അവിടെ റൂപക് അലങ്കാർ വരും. പിന്നെ മീരാഭായി की ദാസ്യത അനന്യ ഭക്തിക്കോ ദർശായ ഗയാ ഹെ, പിന്നെ ദാസ്യത, അവരുടെ ആ ദാസ്യഭാവവും പിന്നെ ഭക്തിഭാവവും എല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഖർച്ചി സർസി മേ പദമേത്രി ഹെ, ഖർച്ചി സർസി, അപ്പോൾ ഈ അപ്പോൾ രാന്നും വരുന്നുണ്ട് ഇടയിൽ അല്ലേ, എന്നും വരുന്നുണ്ട്, എന്നും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ വേർഡ്സുകൾ പറയുന്ന സമയത്ത് ഒരു ഒരേപോലുള്ളൊരു ഭാവം തോന്നുക, അവിടെ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഇങ്ങനെ ഒരേപോലെ തോന്നില്ലേ. അപ്പോൾ ഖർച്ചി സർസി നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് അതാണ് പദ് മൈത്രി, പദ് ആ വേർഡ്സുകൾ തമ്മിലുള്ള മൈത്രി.
नेक्स्ट भाषा अध्ययन. उदाहरण के आधार पर പാഠ് में आए निम्नलिखित शब्दों के प्रचलित रूप लिखिए. ഉദാഹരണത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ പാഠത്തിൽ വന്നിട്ടുള്ള താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സുകളുടെ പ്രചലിത് രൂപം, അതിൻ്റെ ശരിയായിട്ടുള്ള രൂപം പറഞ്ഞാൽ ആ കവിതയിൽ യൂസ് ചെയ്തിരിക്കുന്ന രൂപമല്ല നമ്മൾ സത്യത്തിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള രൂപം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഉദാഹരണം എന്താണ്? ഭീർ. ഭീർ എന്നുള്ളതിൻ്റെ അർത്ഥം പീഡ അഥവാ ദുഃഖ്, കഷ്ട്, ദുഃഖ്. രി, കി. കീ എന്നുള്ള സ്ഥാനത്ത് രീ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ചീർ, വസ്ത്ര. അത് ഓൾറെഡി പറഞ്ഞതാണ് നമ്മൾ. ചീർ എന്ന് വെച്ചാൽ വസ്ത്ര, കപ്പട. അവിടെ എന്താണ്? സാരി. ബൂഡ്ത ഡൂബത്തെ ഹുയെ. ബൂഡ്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൂബത്തെ ഹുയെ പറഞ്ഞാൽ മുങ്ങുന്ന. ഞാനിതിൽ കവിതയിൽ വാക്യ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ വൃദ്ധാവസ്ഥ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് തോന്നുന്നുണ്ട്. ബൂഡ്ത പറഞ്ഞാൽ അങ്ങനെയും മീനിങ് വരുന്നുണ്ട് സത്യത്തിൽ. പിന്നെ ഇത് കുറേ ഭാഷകളുടെ മിശ്രണമായതുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറൻസ് വരുന്നത്. ലഗാസ്യൂ ലഗാവുങ്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാം, ചെയ്യാം. ധരിയോ ധാരൺ കർണ, ധരിക്കുക. കുഞ്ചർ ഹാത്തി അല്ലെങ്കിൽ ഹസ്തി, ആന. ബിന്ദ്രാവൻ വൃന്ദാവനെ. ബിന്ദ്രാവൻ വൃന്ദാവന് പറയുന്നതാണ്. രഹസ്യു രഹൂങ്കി. രഹൂങ്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം, ഇരിക്കാം, ആക്കാം, ആകാം. രാഖോ രക്ഷാകരോ, രക്ഷിക്കൂ. ഘണ ഘന ബഹുത്ത്, വളരെയധികം, കൂടുതൽ. സരസി പൂർണ്ണ ഹുയി സമ്പൂർണ്ണ ഹുയി, കംപ്ലീറ്റ് ആയി എന്നുള്ളതിന്, മുഴുവനായി എന്നുള്ളതിന്. ഹിവട ഹിയേ, ഹൃദയ. ഹൃദയത്തിനാണ് പറയുന്നത് ഹിവട എന്ന്. കുസുംബി കോശംബി ലാൽ. കുസുംബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുസും എന്നും അർത്ഥമുണ്ട് ശരിക്ക്. ഇവിടെ എന്താണ്? ലാൽ, റെഡ് കളർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അർത്ഥം പൂ പോലെ, റെഡ് കളർ.